ഹലോ ഗൈസ്, ഞാൻ മുഹമ്മദ് ലബീബ്. ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് ആക്സസ് 125, അതായത് 2025 ഇറങ്ങിയ പുതിയ മോഡൽ ആക്സസ് 25 ആണ്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ വണ്ടിൻ്റെ ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ ആദ്യം ഒന്ന് കാണിച്ചു തരാം. ഇങ്ങനെയാണ് നമ്മളെ പുതിയ വണ്ടി ഇപ്പോൾ വരുന്നത്. ഹലോ, പക്ഷെ ആദ്യം ആക്സസ് 125 നെയ്യുന്നു. ഇപ്പോൾ ആ 125 ഇല്ലാതെടുത്ത് കളഞ്ഞിരിക്കുന്നു. ഈ പുതിയ മോഡൽ നല്ല മാറ്റങ്ങൾ സംഭവിച്ചു, ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ സംഭവിച്ചു പഴയതിനെ അപേക്ഷിച്ച്. അപ്പോൾ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഞാൻ കറക്റ്റായിട്ടുള്ള വിവരങ്ങൾ പറഞ്ഞുതരാം. പിന്നെ അതിൻ്റെ ഒരു ആപ്പ് ഉണ്ട്, ആപ്പിൽ എങ്ങനെയൊക്കെയാണ് ഇൻസ്റ്റാൾ ചെയ്യുക, പിന്നെ അതെങ്ങനെ യൂസ് ചെയ്യുക, അതിൽ എന്തൊക്കെ പുതിയ ഫീച്ചേഴ്സ് വന്നിട്ടുള്ളത് അതൊക്കെ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞു തരാം. ഇതെങ്ങനെ മാറ്റങ്ങൾ വന്നത്, സൈഡിലെടുത്താലും ഫ്രണ്ട് എടുത്താലും ബാക്ക് വന്നാലും എല്ലാം കൊണ്ടും നല്ലൊരു ആൾ ഓവർ നല്ലൊരു മാറ്റം ഇതിൽ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഇതിന് പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ നല്ലോണം മൈലേജ് ഇൻക്രീസ് ആയിട്ടുണ്ട്. മറ്റേ വണ്ടിനെ അപേക്ഷിച്ച് ഒന്നുകൂടി മൈലേജും നല്ലോണം 60-64 ആ റേഞ്ച് കമ്പനി പറയുന്നുണ്ടെങ്കിൽ നമുക്കൊരു 59-60 ആ റേഞ്ചിലൊക്കെ നമുക്ക് മൈലേജ് കിട്ടും. ആദ്യത്തെ വണ്ടിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഹെഡ് ലൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ നല്ല വലിയതായിട്ട് ഇങ്ങനെ കാണും. ഇതുണ്ട് നല്ലൊരു ഒതുങ്ങി മറ്റേത് ഒരു കുറച്ച് വീതിയൊക്കെ ആയിട്ട്, ഇതിപ്പോൾ ഒരു ഒതുങ്ങിയ ഒരു സംഭവമായിട്ടാണ് ഇപ്പോൾ വരുന്നത്. അതായത് നല്ലൊരു ഫിനിഷിങ്, നല്ല ലുക്കായിട്ട്, അതുപോലെ ഒരു നല്ലൊരു ക്രോം എലമെൻറ്റും ഇതിന് ചുറ്റുമായിട്ട് നൽകിയിട്ടുണ്ട്. ഇതുപോലെ ഒരു DR ലൈറ്റ് വരുന്നുണ്ട്, ഇതേപോലെ കണ്ടോ, ഈ ഒരു ലൈറ്റിങ് ഇവിടെ വരുന്നുണ്ട്. പിന്നെ ഒരു മെയിൻ സംഭവമാണ് ഒരു ഹസാർഡ് ലൈറ്റ്, ഹസാർഡും വരുന്നുണ്ട്. നല്ലൊരു ഫിനിഷിങ് ആണ്, നല്ലൊരു ലുക്കാണ് സംഭവം. പിന്നെ അതേപോലെ ഈ മിറർ വരുന്ന നല്ല സിൽവർ ലുക്കായിട്ടുള്ളൊരു മിററും വരുന്നുണ്ട്. ഇതിൽ ഒറ്റ ഇതായിട്ടാണ് ഉണ്ടായിരുന്നത്, ഒരു സോക്കറ്റ് ഒറ്റ ഇതിലായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ ഈ സൈഡിൽ ലൈറ്റും അത് 2 പോക്കറ്റായിട്ട് അപ്പുറത്തുമായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സൈഡിലും ഒരു പോക്കറ്റ് വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ ഇവിടെ ചാർജിങ് പോർട്ട്, ഈ ഒരു സൈഡിൽ നമുക്കൊരു നല്ല ഒരു ചാർജിങ് പോർട്ട്, മൊബൈൽ ചാർജിങ് പോർട്ടും വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ ഈ ഒരു മഡ്ഗാർഡാണോ, അത് നമുക്കൊരു മെറ്റൽ പീസായിട്ടാണ് വന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ ഇത് നല്ല ക്വാളിറ്റിയിലുള്ള ഫൈബർ, നല്ല ക്വാളിറ്റിയാണ് ഈ ഒരു സാധനം വരുന്നത്. അതുപോലെ ഈ ഡിക്കി തുറന്നു കഴിഞ്ഞാൽ തന്നെ നല്ല സ്പേസും വരുന്നുണ്ട് ഈ സീറ്റിൽ, നല്ല ഒരു സ്പേസ് മറ്റുള്ളവരെ അപേക്ഷിച്ച് ഒന്നുകൂടി സ്പേസ് കൂടി. പിന്നെ ഈ ഒരു സംഭവം ഉണ്ടോ, ഈ ഒരു സംഭവം സെൻസറാണ്. അത് മറ്റേ പഴയ വണ്ടിക്ക് ഇല്ലാന്നാണ് തോന്നുന്നത്, ഇതിപ്പോൾ പുതിയത് വന്നതാണ് സെൻസർ. ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഇത് ഓട്ടോമാറ്റിക് ഓപ്പൺ ആവും. നമുക്ക് മറ്റേ വണ്ടി വേണമെങ്കിൽ നമുക്ക് എന്താ വെച്ചാൽ ഇറങ്ങേണ്ടിയിരുന്നു, പിന്നെ ഇറങ്ങിയിട്ടൊക്കെ ഇത് അടിക്കേണ്ടത്. ഇതിപ്പോൾ എന്താ വെച്ചാൽ ഓയിൽ പറഞ്ഞത്, ഇതിപ്പോൾ എങ്ങനെയാ വെച്ചാൽ ഇതിപ്പോൾ പെട്രോളിൽ ഇവർ തന്നെ വന്നിട്ട് ഓയിലാക്കി ഇതിൽ തുറന്ന് ഇതിൽ ഓയിലടിക്കേണ്ട ഇതുള്ളു വരുന്നത്. ഒക്കെ സിമ്പിളാണ്, നമുക്കിത് വണ്ടി വന്ന് ഇറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ടയർ കൊടുത്തിട്ടുള്ളത് 90 ബാറിൽ ഒരു നല്ല ടയറാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ ഈ ഒരു സീറ്റിങ് നല്ല ലെങ്ത്ത് വന്നിട്ടുണ്ട്. ഈ സീറ്റിങ് നല്ല ലെങ്ത്തും നല്ല ലെതർ ടൈപ്പുള്ള സീറ്റുമാണ് വന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നല്ലൊരു സ്പേസ്, ഇവിടെയും നല്ലൊരു സ്പേസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് എടുത്താൽ തന്നെ നമുക്ക് നല്ലൊരു സ്പേസ്, ഇവിടെ നല്ലൊരു സ്പേസ് വരുന്നുണ്ട്. ഒരു ഫാമിലിക്കൊക്കെ സുഖമായിട്ടിരുന്ന് പോകാൻ പറ്റിയ ഒരു നല്ല സ്പേസാണ്. പിന്നെ അതേപോലെ ഇതിൻ്റെ ലൈറ്റിങ് ഒരുമിച്ചാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കണ്ടോ, നല്ല ഒരു വേറെ പോർഷനായിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു നമ്മളെ വെസ്പൻ്റെ ഒക്കെ ഒരു ലുക്ക് തരുന്നൊരു നല്ല അടിപൊളി ഒരു ലൈറ്റിങ്, അത് നല്ലൊരു ഭംഗിയുണ്ട് ആ ഒരു ലൈറ്റിങ്. ഈ ഒരു ഡിസ്ക് ബ്രേക്കും വന്നിട്ടുണ്ട്, ഡിസ്ക് ബ്രേക്ക്. ഇതിന് വേറൊരു ഇത് വന്നിട്ടുണ്ട്, ഹാൻഡ് ബ്രേക്ക്. ഇത് ഒരു ഹാൻഡ് ബ്രേക്കാണ്, അല്ല ഒരു ഹാൻഡ് ബ്രേക്കും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ പിന്നെ ഒരു പാസ്സാണിത്, ഈ ഒരു സംഭവം കണ്ടോ, ഇതിപ്പോൾ പുതിയതായിട്ട് വന്നതാണ് പാസ് ഡേ. പിന്നെ ഹസാർഡിൻ്റെ സ്വിച്ചാണ് ഇത് വരുന്നത്, ഇത് ഓഫ് ഹസാർഡ് സ്വിച്ച്. പിന്നെ അത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴൊക്കെ നല്ലൊരു സ്മൂത്താണ്, നല്ല സ്മൂത്തായിട്ട് സ്റ്റാർട്ടാണ്. ഇത് ശ്രദ്ധിച്ചോ, നല്ലൊരു സ്മൂത്തായിട്ടാണ് ഇത് ആയിക്കോട്ടെ. മറ്റേത് ഒരു നല്ലൊരു സൗണ്ട് വന്നു, ഒരു ജർക്കിങ്ങും സൗണ്ടും വന്നിട്ടുണ്ട്. മെയിൻ അട്രാക്ഷൻ എന്താ വെച്ചാൽ ഇതിൻ്റെ ഈ ലൈറ്റിങ്, ഈ ഒരു ലോഗോൻ്റെ അടിയിലുള്ള ലൈറ്റിങ് ഉണ്ടോ,
ബാക്കിൽ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കണം ഈ ഒരു സംഭവം. ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ അത് ഓട്ടോമാറ്റിക് ക്ലോസ് ആവും. പിന്നെ അതേപോലെ ഈ പൊടിയും കാര്യങ്ങളൊക്കെ കടക്കാതിരിക്കാൻ പിന്നെ അത് ഓപ്പൺ ആക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആക്കുക. നല്ല കാര്യങ്ങളാണ്. പിന്നെ അത് ലോക്കും കാര്യങ്ങളാണ് വരുന്നത്. നല്ല രീതിയിലുള്ള ക്ലസ്റ്ററും കാര്യങ്ങളും തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ടൈം, അതേപോലെ ഫ്യൂവല്, ടെമ്പറേച്ചർ, പിന്നെ അതേപോലെ ഇത് ബാറ്ററിൻ്റെ വോൾട്ടേജാണ്. അതിൽ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് കിലോമീറ്റർ എത്ര ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ കാണിച്ചു തരും. പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് നല്ലൊരു രീതിയിലുള്ള ഇൻഫർമേഷൻ ഇതിൽ കിട്ടുന്നുണ്ട്. ഏത് വെയിലത്താണെങ്കിലും നമുക്കിത് നല്ല ക്ലിയർ ആയിട്ട് അറിയുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് അറിയുന്നുണ്ട്. അതുപോലെ നല്ല കട്ട് റോട്ട് കൂടി ഓടിക്കുകയാണെങ്കിലും സസ്പെൻഷനൊക്കെ നല്ല സ്മൂത്തായിട്ട് തന്നെ വരുന്നുണ്ട്. ഏത് കട്ട് റോട്ട് കൂടി ആണെങ്കിലും സസ്പെൻഷൻ നല്ല സ്മൂത്താണ്. പെർഫോമൻസിനും നല്ല രീതിയിൽ അറിയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ വേറെ എന്താ നമ്മൾ ഈ ഓണാക്കിയതിന് ശേഷം നമ്മൾ സ്റ്റാൻഡ് ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അത് ഓഫാവും. അങ്ങനെ ഒരു സിസ്റ്റം കൂടി ഇതിൽ വന്നിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ഈ വണ്ടിൻ്റെ കാര്യങ്ങൾ പറയാനുള്ളത്. ആപ്ലിക്കേഷനെ ഞാൻ വിവരിച്ച് ഇപ്പോൾ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ഈ ആപ്ലിക്കേഷൻ എടുക്കാൻ നമ്മൾ ആദ്യം ആപ്പ് സ്റ്റോറോ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറോ അതിലുണ്ടാവും. സുസുക്കി റൈഡ് കണക്റ്റ് എന്നാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ്റെ പേര്. അപ്പോൾ അത് ഇവിടെ നിന്ന് അടിച്ചു കൊടുക്കുക. സുസുക്കി റൈഡ് അടിച്ചാൽ തന്നെ അത് ഓപ്പണായി വരും. സുസുക്കി റൈഡ് കണക്റ്റ് അത് ഞാൻ ഓൾറെഡി അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഓപ്പൺ ആക്കുക. ഓപ്പൺ ആക്കിയതിന് ശേഷം ഇൻ്റർഫേസ് ഇങ്ങനെ വരാം. അതിൽ ലെറ്റ്സ് റൈഡ് എന്ന് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് നമുക്ക് എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് നമുക്കതിൽ പുള്ളി വിവരിച്ച് പറഞ്ഞു തരുന്നുണ്ട്. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ലാസ്റ്റ് ഇതിൽ നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ ഫിനിഷ് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നമ്മുടെ നെയിം അവിടെ ആഡ് ചെയ്യണം. റൈഡേഴ്സ് നെയിം എന്നുണ്ട് കൊടുത്തത്. അപ്പോൾ നമ്മൾ ആരെ പേരിലാണ് വണ്ടി വെച്ചാൽ ആരെ പേരിലാണ് നമ്മളെ ഫോണിൽ അതിൽ വെച്ചാൽ നമ്മളെ പേര് നെയിം ആഡ് ചെയ്യുക, അലോ കൊടുക്കുക. അതിന് ശേഷം ഇവിടെ നമ്മുടെ ലൊക്കേഷൻ ചോദിക്കുക. അപ്പോൾ ലൊക്കേഷൻ അങ്ങനെ കൊടുക്കുക. പിന്നെ അടുത്തത് സ്കൂട്ടർ ചൂസ് ചെയ്യുക. സ്കൂട്ടർ ഏതാ വെച്ചാൽ ചൂസ് ചെയ്യുക. പിന്നെ അതിൽ ഏതാണ് നമ്മളെ വണ്ടി വെച്ചാൽ അത് ക്ലിക്ക് ചെയ്യുക. എന്താ പറയുക, ഇപ്പോൾ പുതിയ വണ്ടിയാണ് ആക്സസ്. അപ്പോൾ മൂന്നാമത്തെയാണ് എൻ്റെ വന്നിട്ടുള്ളത്. ഇപ്പോൾ പുതിയ മോഡൽ വണ്ടിയാണല്ലോ. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ഏത് കളറാണ് കൊടുക്കുക. 5 കളർ വരുന്നുണ്ട്. എന്നിട്ട് അതിൽ അക്സെപ്റ്റ് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അലോ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വരും. അപ്പോൾ ഇതിൽ നമുക്ക് ഏകദേശം എല്ലാ ഡീറ്റെയിൽസും ഇതിലുണ്ട്. ബ്ലൂടൂത്ത് ഓൺ ആക്കാൻ മറക്കരുത് കേട്ടോ. ഞാൻ ഓൺ ആക്കിയിട്ടില്ല, ഉണ്ടായിരുന്നില്ല. എന്നിട്ട് എന്താ ചെയ്യുക, ഈ പെയർ വിത്ത് സുസുക്കി എന്നുണ്ടോ ഒരു ബ്ലാക്ക് റൗണ്ടിൽ വരുന്നത്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഇത് വരും. അപ്പോൾ നമുക്ക് വണ്ടിൻ്റെ ഒരു ബ്ലൂ കളറിൽ എഴുതിയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ പെയർ ചെയ്യാൻ പറയും. എന്നിട്ട് പെയർ കൊടുക്കുക, അലോ കൊടുക്കുക. അലോ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി അതുമായി കണക്റ്റ് ആയിട്ടുണ്ടാവും. പിന്നെ നമുക്ക് നമ്മുടെ വണ്ടിൻ്റെ ആ ഡിസ്പ്ലേയിൽ കാണും. എല്ലാം നമുക്കിതിൽ കാണാം. അതിൽ കണ്ടോ കിലോമീറ്റർ ആണെങ്കിലും ട്രിപ്പ് ആണെങ്കിലും പിന്നെ നമ്മളെ ടെമ്പറേച്ചർ ആണെങ്കിലും ഫ്യൂവലാണെങ്കിലും എല്ലാം ഇതിൽ കാണും. പിന്നെ അടുത്ത ഓപ്ഷനാണ് നമുക്ക് ഓപ്ഷനാണ് വരുന്നത്. അതിൽ നമുക്ക് നോട്ടിഫിക്കേഷനിൽ എന്തൊക്കെ വേണം വെച്ചാൽ അതൊക്കെ നമുക്ക് അതിൽ ടിക്ക് ചെയ്ത് കൊടുക്കുക. അതൊക്കെ നമ്മളെ ഇഷ്ടമാണ്. പിന്നെ എല്ലാം ഉണ്ട്, ഏകദേശം എല്ലാം ഉണ്ട്. സ്പീഡ് എക്സൈറ്റിംഗ് അലർട്ട് ഉണ്ട്. അതായത് നമുക്ക് എത്ര കിലോമീറ്റർ വരെ സ്പീഡ് ആക്കണം എന്ന് വെച്ചാൽ അതിൽ അലർട്ടും കാര്യങ്ങളും വെക്കാം. ഏകദേശം എന്താ വെച്ചാൽ ഇത് നമുക്ക് ഓണാക്കിയതിന് ശേഷം നമുക്കത് ഒരു 90 എത്രയിലും മറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ സ്പീഡ് പോയി കഴിഞ്ഞാൽ നമുക്ക് അലർട്ട് വരും. ഓട്ടോമാറ്റിക് അലർട്ട് വരും. അങ്ങനെയാണ് വരുന്നത് കേട്ടോ. പിന്നുള്ളതാണ് മാപ്പ്. ആ മാപ്പ് നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടത് വെച്ചാൽ അതടിച്ചാൽ നമുക്കത് ആ ലൊക്കേഷനൊക്കെ ഡിസ്പ്ലേ കാണാം. പിന്നുള്ളതാണ് ഇത് ആ ലാസ്റ്റ് പീരീഡ് ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ ആ ലൊക്കേഷൻ്റെ ഇത് എന്താ വെച്ചാൽ അത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എവിടെയാണ് വണ്ടി വെച്ചാൽ ഇതിപ്പോൾ ഏകദേശം നമ്മൾ എക്സാമ്പിൾ ലുലു മാളിലൊക്കെ വണ്ടി നിർത്തി കഴിഞ്ഞാൽ ഓരോ ഫ്ലോറിലല്ലേ വരിക. അപ്പോൾ നമുക്ക് അത് വണ്ടി എവിടെയെന്ന് സെർച്ച് ചെയ്യാനൊക്കെ നല്ല സഹായം ആവണ ഒരു സംഭവമാണിത്, ആ ഒരു സംഭവം. അപ്പോൾ അങ്ങനെ ഒരു ഫീച്ചർ വരുന്നുണ്ട്. പിന്നെ അതേപോലെ അടുത്തത് വരുന്നത് നമ്മളെ വണ്ടിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇതിലുള്ള ഓപ്ഷനാണ് അത് വരുന്നത്. സർവീസും ബാറ്ററി ചോയ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നതാണ്. പിന്നെ ഡിജിറ്റൽ വാലറ്റ്, ഇത് നമുക്ക് നമ്മുടെ ലൈസൻസ് പിന്നെ അതേപോലെ ഇൻഷുറൻസ്, രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, പൊല്യൂഷന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സേവ് ചെയ്യാൻ പറ്റുന്ന ഒരിതാണ്. അപ്പോൾ നമുക്ക് എക്സ്ട്രാ നമുക്ക് പരിവാഹൻ
ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ഇതിൽ തന്നെ ഉണ്ട്. പിന്നുള്ളത് സേവ് ട്രിപ്പ് നമ്മൾ എങ്ങോട്ടേലും പോയതൊക്കെ അതിൽ സേവായി കിടക്കും. അത് നമുക്ക് ഫേവറേറ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ ഫേവറേറ്റ്സ് അങ്ങനെയുള്ളൊരു രീതിക്ക് ആക്കാം. പിന്നെ വരുന്നത് ഹെൽപ്പ് സെക്ഷനാണ്. ഓരോ ഈ വണ്ടിൻ്റെ ഹെൽപ്പിങ്ങിൻ്റെ ഇത് വരുന്നതാണ്. പിന്നെ അതുപോലെ അലേർട്ടും കാര്യങ്ങളും, നമുക്ക് എന്തെങ്കിലും റിന്യൂവലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അലേർട്ടും കാര്യങ്ങളൊക്കെ വരുന്ന സംഭവമാണ്. അളവുറപ്പ് ഇങ്ങനെയൊക്കെയാണ് ഇതിൽ വരുന്നത്. അതിൻ്റെ ഇത് ഓക്കെ.